1954 ജനുവരി മാസം 1-ാം തീയതി ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത ദിനങ്ങളിൽ ഒന്നായിരുന്നു അത്. അന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തി മരിച്ചുപോയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നത്തെ ദിവസം ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഒരു കുഞ്ഞ് ജനിച്ചത് എങ്ങനെ ഒരു കറുത്ത ദിനമായി മാറും എന്ന് ചിന്തിക്കാം. മാറും. ആ കുഞ്ഞ് ഭാവിയിൽ ഒരു ഭയാനകമായ രാക്ഷസനായി മാറി അനവധി പേരുടെ രക്തത്തിലും വേദനയിലും നീരാടിയാൽ ആ കുഞ്ഞ് ജനിച്ചത് എന്തുകൊണ്ട് ഒരു കറുത്ത ദിനമായി മാറിക്കൂടാ? അതെ, അന്ന് വേലൂരിൽ തങ്കരാജൻ, ജയലക്ഷ്മി ഇവർക്ക് ജനിച്ച മകനാണ് ഗൗരി ശങ്കർ. ഭാവിയിൽ മദ്രാസിന്റെ പല ഇരുണ്ട ഭാഗങ്ങളിൽ മയക്കുമരുന്ന്, കള്ളച്ചാരായം, വ്യഭിചാരം ഇങ്ങനെ എല്ലാം വേരുവിട്ട് മരമായി വളരാൻ ജനങ്ങളുടെ രക്തത്തെ പോലും ഊറ്റിയെടുത്തവനാണ് ഗൗരി ശങ്കർ എന്ന ഓട്ടോ ശങ്കർ. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കാലത്ത് മദ്രാസിന്റെ മോസ്റ്റ് വാണ്ടഡ് അണ്ടർഗ്രൗണ്ട് റൗഡിയായിരുന്ന ഓട്ടോ ശങ്കറിന്റെ സസ്പെൻസ് ത്രില്ലർ സൈക്കോ സ്റ്റോറിയാണ് അറിയാൻ പോകുന്നത്. 80കളിൽ ഇന്ത്യയെ തന്നെ ഭയപ്പെടുത്തിയ ഒരു സൈക്കോ കൊലയാളിയായ ഓട്ടോ ശങ്കറിന്റെ കഥ. ഗൗരി ശങ്കർ ജനിച്ചത് വേലൂരിലാണെങ്കിലും ജോലിക്കായി 1970 കാലഘട്ടത്തിൽ ഗൗരി ശങ്കറിന്റെ കുടുംബം മദ്രാസിലേക്ക് വരുന്നു. ആ സമയം മദ്രാസോട് ചേർന്ന ഒരു തീരപ്രദേശത്ത് ചെറിയൊരു കുടിലായിരുന്നു ഗൗരി ശങ്കറിന്റെ മദ്രാസ് ജീവിതം തുടങ്ങുന്നത്. ചെറിയ പ്രായം മുതലേ ഗൗരി ശങ്കർ ദാരിദ്ര്യം ശ്വസിച്ച് പട്ടിണി ആഹാരമായി കഴിച്ച് ഇല്ലായ്മയിലായിരുന്നു കിടന്നുറങ്ങിയത്. മദ്രാസോട് ചേർന്ന ആ തീരപ്രദേശം തിരുവ്യാൻമിയൂർ എന്ന സ്ഥലമായിരുന്നു. 80 കാലഘട്ടത്തിൽ തിരുവ്യാൻമിയൂർ അത്ര വലിയ സിറ്റിയൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ ഗ്രാമം മാത്രമായിരുന്നു. എന്നാൽ സിറ്റിക്ക് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ആ സിറ്റിയിലുള്ളതെല്ലാം ഗൗരി ശങ്കർ കണ്ടു. വലിയ വലിയ വീടുകൾ, കെട്ടിടങ്ങൾ, വളരെ സമ്പന്നരായി ജീവിക്കുന്ന ജനങ്ങൾ. അങ്ങനെ ഓപ്പോസിറ്റ് നോക്കിയാൽ സാധാരണ കുടിലുകൾ, അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന ജനങ്ങൾ, ഈ ഹൈ ക്ലാസ് പീപ്പിൾ. കൂടാതെ കുടിലിൽ താമസിക്കുന്ന ജനങ്ങൾ. ഇവരെ രണ്ടുപേരെയും വിഭജിക്കുന്നത് നടുവിലുള്ള ഒരു ചെറിയ നദി, കുവം എന്ന നദി. ഇങ്ങനെ ആ സമൂഹത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന വിഭജനം തന്നെ ഗൗരി ശങ്കറിന്റെ മനസ്സിൽ ആഴമായ മുറിവുണ്ടാക്കി. ആ ഒരു മുറിവിൽ നിന്ന് ഒരു രോക്ഷം ഉടലെടുക്കാൻ തുടങ്ങി. അന്ന് ഗൗരി ശങ്കർ തീരുമാനിച്ചു, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഈ നദിക്ക് അപ്പുറത്തേക്ക് കടന്ന് സമ്പന്ന ജീവിതം ജീവിക്കണം. ഈ ചിന്തയിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ഈ ചിന്ത യാഥാർത്ഥ്യമാക്കാൻ അവൻ നടക്കാൻ തുടങ്ങിയ പാത അതായിരുന്നു വ്യത്യസ്തമാക്കിയത്. ഗൗരി ശങ്കർ തിരഞ്ഞെടുത്ത ആ ഒരു പാത അവന്റെ ചെറിയ പ്രായത്തിൽ അവൻ അനുഭവിച്ച വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിന്റെ കൂടെ അടയാളമായിരുന്നു. മദ്രാസിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ദിവസത്തിൽ തന്നെ ശങ്കറിന്റെ അമ്മ മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടാക്കുകയും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അമ്മയുടെ സ്നേഹവും ലാളനയും ഇല്ലാതെ, അച്ഛന്റെ ശരിയായ പരിചരണവും ഇല്ലാതെ താൻ എടുക്കുന്ന തീരുമാനമാണ് ശരി എന്ന ഒരു മനോഭാവത്തോടു കൂടി അവൻ വളരാൻ തുടങ്ങി. അത്ഭുതകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തെറ്റായ പാതയിൽ പോയവർ ആരും തന്നെ ശരിയായ വിദ്യാഭ്യാസം പോലും നേടിയിട്ടുണ്ടാകില്ല. എന്നാൽ ശങ്കർ ആ കാലത്തിൽ പോലും PUC, അതായത് +2 സമാനമായ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്ത് ഫലം? നമ്മുടെ നാട്ടിലുള്ള ജോലിയില്ലായ്മ അങ്ങനെയല്ലേ. തമിഴും ഇംഗ്ലീഷും വ്യക്തമായി എഴുതാനും വായിക്കാനും അറിയാമായിരുന്ന ശങ്കർ തുടക്കത്തിൽ പെയിന്ററായി ജോലി ചെയ്തു. ഈ ജോലിയിൽ വലിയ രീതിയിൽ സമ്പാദിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശങ്കർ തന്റെ സുഹൃത്തുക്കളെ കണ്ട് അവരെ പോലെ തന്നെ ഓട്ടോ വാടകയ്ക്കെടുത്ത് അത് ഓടിക്കാൻ തുടങ്ങി. ഈ സമയം മുതലാണ് ഈ യഥാർത്ഥ കഥയുടെ ഓരോ ഭാഗവും ചൂടേറാൻ തുടങ്ങിയത്. 1980കളിൽ കോവളം, തിരുവ്യാൻമിയൂർ ഇവയെല്ലാം സിറ്റിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത പ്രാന്തപ്രദേശമായിരുന്നു. ഈ ഏരിയയിൽ ഒരുപാട് പനമരങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ അറിയാതെ ഈ സ്ഥലങ്ങളിൽ ഒരുപാട് കള്ളുവാറ്റലും ഇല്ലീഗലായി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആരെക്കൊണ്ടും വളരെ എളുപ്പത്തിൽ ഈ കള്ള് സിറ്റിക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. സിറ്റിക്കുള്ളിൽ ഇതിന്റെ ഡിമാൻഡ് വളരെ അധികമായിരുന്നു. ഇതിനെ എങ്ങനെയെങ്കിലും സിറ്റിക്കുള്ളിലേക്ക് കൊണ്ടുപോയാൽ നല്ല ലാഭം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ശങ്കർ തന്റെ ഓട്ടോയിൽ വളരെ രഹസ്യമായി കള്ള് കടത്തിക്കൊണ്ടുവരികയും സിറ്റിക്കുള്ളിൽ സപ്ലൈ ചെയ്യാനും തുടങ്ങി. ഈ സമയം മുതലാണ് ഗൗരി ശങ്കർ ഫേമസ് ആയ ഓട്ടോ ശങ്കറായി തന്റെ പേര് മാറ്റി.
ഈ ഒരു പേരായിരുന്നു അവന്റെ ഒരു ഐഡന്റിറ്റി ആയി തന്നെ മാറിയത്. അവൻ വിചാരിച്ചതുപോലെ തന്നെ ഈ കള്ള് സപ്ലൈയിൽ ഒരുപാട് പണം ലഭിക്കുന്നു. പണം നൽകുന്ന ആ ഒരു ലഹരി അതെപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. വീണ്ടും വേണം, വീണ്ടും വേണം, വീണ്ടും വേണം, ഇങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇതായിരുന്നു ആ ലഹരി. ഈ ലഹരി മനസ്സിലാക്കാൻ തുടങ്ങിയ ശങ്കറിന് പണം തികഞ്ഞതേയില്ല. ഇത്രയും ദിവസം സപ്ലയറായി മാത്രം ആയിരുന്ന ഓട്ടോ ശങ്കർ ഈ ഇല്ലീഗൽ ബിസിനസ് എന്തുകൊണ്ട് സ്വന്തമായി ഏറ്റെടുത്ത് നടത്തിക്കൂടാ എന്ന് ചിന്തിക്കുന്നു. അത് അവൻ പ്രവർത്തിക്കാനും തുടങ്ങി. എന്നാൽ ഇത്തവണ കള്ളായിരുന്നില്ല, കള്ളച്ചാരായം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. കള്ളിനേക്കാളും കള്ളച്ചാരായത്തിന് മാർക്കറ്റിൽ അധികം ലാഭം അവൻ നൽകി. മാർക്കറ്റിലുള്ള ഒറിജിനൽ മദ്യത്തിന്റെ കൂട്ടത്തിൽ ഇവർ നിർമ്മിച്ചെടുത്ത ഈ കള്ളച്ചാരായവും ചേർക്കും. ഇതാണ് കള്ളച്ചാരായം ബിസിനസിന്റെ ബേസിക് പ്രൊസീജിയർ. ഇത് വളരെ നന്നായി തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവൻ വിചാരിച്ചതുപോലെ അവന്റെ ജീവിതത്തിൽ ഓരോന്നായി മാറ്റം വരാൻ തുടങ്ങി. അവൻ ആ നദിക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് അവന്റെ ജീവിതം പതിയെ പതിയെ ചലിപ്പിക്കാൻ തുടങ്ങി. അവൻ പോയിക്കൊണ്ടിരുന്ന ആ വഴിയിൽ കള്ളച്ചാരായത്തിന് ശേഷം അവൻ എടുത്ത തീരുമാനമായിരുന്നു വ്യഭിചാരം. ഓട്ടോ ശങ്കറിനെ സംബന്ധിച്ച് അവൻ ഈ ബിസിനസ്സിൽ ഒരേ ഒരു റൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ നിർബന്ധിച്ചിട്ടാണെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അവർ വഴി സമ്പാദിക്കുക. കാരണം വയസ്സായവരെക്കാട്ടിലും ചെറിയ പെൺകുട്ടികൾക്ക് ഒരുപാട് പണം നൽകാൻ ഒരുപാട് മൃഗങ്ങൾ തയ്യാറായിരുന്നു. ഹോട്ടലിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വരുന്ന സ്ത്രീകൾ, റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകൾ, ഇവരെ എല്ലാവരെയും തട്ടിക്കൊണ്ടുപോയി കൂടുതൽ വിലയ്ക്ക് വിറ്റ് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ വലിയ കാര്യങ്ങൾ പണം എന്ന ലഹരി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇവനെ പോലീസും സർക്കാരും ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ആരും ഒന്നും തന്നെ ചെയ്തില്ല. കാരണം അധികാരികൾക്ക് പോലും അവർ ആവശ്യപ്പെടുന്ന സമയം, അവർ ആവശ്യപ്പെടുന്ന തുക പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ സമൂഹത്തിൽ വളരെ ആപത്തായ രോഗമായി പടർന്നുകൊണ്ടിരുന്ന ഓട്ടോ ശങ്കർ 1980കൾക്ക് ശേഷം ആ മുഴുവൻ മെഡ്രാസിന്റെ അണ്ടർഗ്രൗണ്ട് ഡോണായി തന്നെ രൂപം കൊണ്ടു. പേയ് പിടിച്ച നായ്ക്ക് വേട്ടയാടാൻ കാരണമൊന്നും തന്നെ കാണില്ലല്ലോ. ഒരു ഘട്ടം വരെയും പണത്തിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോ ശങ്കർ ഇപ്പോ ഭ്രാന്ത് പിടിച്ച സൈക്കോ പോലെ തന്റെ ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെടുത്തു. പല പാവപ്പെട്ട പെൺകുട്ടികളുടെ വേദനയിലും നിലവിളിയിലും സമ്പാദിച്ച് മെഡ്രാസിനുള്ളിൽ 2 നിലയിലുള്ള ബംഗ്ലാവ് തന്നെ അവൻ കെട്ടി. അവന്റെ ഭ്രാന്തിന് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം 1987 നടന്നു. അതെ, 1987 തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന MGR മരിക്കുന്നു. തമിഴ്നാട് തന്നെ സ്തംഭിച്ചു പോയ അവസ്ഥ. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുറ്റങ്ങളെല്ലാം പല മടങ്ങ് വർദ്ധിച്ചു. അവസ്ഥ നിയന്ത്രിക്കാനായി ഗവർണർ ഭരണം തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നു. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ വിചാരിച്ച ഓട്ടോ ശങ്കർ പല സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും പല കുറ്റങ്ങൾ ചെയ്യാനും തുടങ്ങി. ഇപ്പോഴാണ് ഓട്ടോ ശങ്കറിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ അകത്തേക്ക് വരുന്നത്, ലളിത. അവളൊരു വ്യഭിചാരിണിയായിരുന്നു. എന്നാൽ അവളെ കണ്ട ഉടൻ തന്നെ ഓട്ടോ ശങ്കറിന് അവളെ ഇഷ്ടമായി. അവളെ എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയാക്കണം എന്നവൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ സത്യം എന്തെന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് തന്നെ ഓട്ടോ ശങ്കറിന് വിവാഹം കഴിഞ്ഞ് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എങ്കിലും ലളിതയെ സ്വന്തമാക്കണം എന്നവൻ ആഗ്രഹിച്ചു. ഇതിന് തടസ്സമായിരുന്നവനാണ് അവന്റെ സുഹൃത്തായ സുഡലെ. സുഡലയ്ക്കും ലളിതയ്ക്കും ഇടയിൽ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഓട്ടോ ശങ്കർ ലളിതയെ തന്റെ ബംഗ്ലാവിലേക്ക് ഒരു ദിവസം വിളിച്ചു കൊണ്ടുവന്നു. അവളെ വളരെ ക്രൂരമായി അടിച്ച് മർദ്ദിച്ച് തന്നെ കൊല്ലുന്നു. മരിച്ചുപോയ ലളിതയെ ആ ബംഗ്ലാവിനുള്ളിൽ തന്നെ ഒരു കുഴിയെടുത്ത് മൂടുകയും സിമന്റ് കൊണ്ട് ആ കുഴി അടയ്ക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന കുറച്ച് ദിവസത്തിൽ തന്നെ തന്റെ ആളുകളെ വെച്ച് തനിക്ക് സ്വന്തമായ എല്ലാ വീടുകളിലും ചാരായം ഒളിപ്പിക്കാനുള്ള കുഴിയെടുക്കാൻ അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ കുഴിച്ച കുഴികളിൽ ഒന്നും തന്നെ ചാരായമല്ല പോയത്, മറിച്ച് മൃതശരീരങ്ങളായിരുന്നു. എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ലളിത കാണാതായതിനു ശേഷം ലളിതയെ തിരഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സുഡലെ ശങ്കറിനെ വന്ന് കാണും. ഇങ്ങനെ സുഡലെ വരുമ്പോഴെല്ലാം ശങ്കർ പറയുന്നത്, അവൾ ഒരു കസ്റ്റമറുടെ കൂടെ പോയി, ദൂരേക്ക് ഞാൻ അവളെ അയച്ചു, വരാൻ 2 മാസം എടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്തു കൊണ്ടുപോയി. പക്ഷേ ഒരു ഘട്ടത്തിന് ശേഷം ഈ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്ന ഓട്ടോ ശങ്കർ തൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സുഡലെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ തന്നെ അവനെ അടിച്ചു കൊല്ലുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അവന്റെ ചാമ്പൽ മെഡ്രാസ് കടലിൽ തന്നെ കൊണ്ടെറിഞ്ഞു. ഇതേ രീതിയിൽ ആ ഏരിയയിൽ 4-5 പേർ കാണാതായി. പോയവർ എല്ലാം അവസാനമായി ഓട്ടോ ശങ്കറിനെ ആയിരുന്നു കാണാൻ പോയത്. അതെ, അവരെല്ലാം ഈ ഓട്ടോ ശങ്കറിന്റെ ഓരോ വീട്ടിൽ 3 അടി ആഴത്തിൽ അവരുടെ അവസാന ശ്വാസം എടുത്തവരായിരുന്നു. ഇത് ആർക്കും അറിയില്ല. പൊതുവെ ഒരു കാര്യം പറയും, ഏത് പാപത്തിൽ നിന്ന് വേണമെങ്കിലും രക്ഷപ്പെടാം, എന്നാൽ സ്ത്രീ ശാപം, അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാകില്ല. അങ്ങനെ ആദ്യമായി ഓട്ടോ ശങ്കറിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആയി.
കംപ്ലൈന്റ് ചെയ്തത് മറ്റാരുമല്ല, കാണാതായ 4 പേരിൽ ഒരാളുടെ ഭാര്യയായിരുന്നു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തത്. ഈ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യമായി ഓട്ടോ ശങ്കർ പോലീസ് സ്റ്റേഷനിൽ കാലെടുത്ത് വയ്ക്കുന്നത്. എന്നാൽ കാണാതായവർ ആരും ഓട്ടോ ശങ്കർ കാരണമാണ് കാണാതായത് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല. ഇവിടെ വളരെ ബുദ്ധിപൂർവമായി ഓട്ടോ ശങ്കർ ചെയ്തത് അവൻ കൊന്നു കുഴിച്ചു മൂടിയ എല്ലാ വീടുകളെയും വാടകയ്ക്ക് കൊടുത്തു. പോലീസ് ചോദിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഇല്ലായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ ചിലർ താമസിക്കുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചുവിടും. അങ്ങനെ ഈ ഒരു കംപ്ലൈന്റ് സാധാരണ ഒരു സംശയ കേസായി ഫയലാവുകയും ഓട്ടോ ശങ്കറിനെ റിലീസും ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, പെണ്ണിന്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാനേ സാധിക്കില്ല. ഇവൻ കാരണം കഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരിൽ മുങ്ങി മരിക്കാനുള്ള കാലം അവൻ അടുത്തിരുന്നു. MGR മരിച്ച് ഗവർണർ ഭരണം നടന്നുകൊണ്ടിരുന്ന സമയം ഇവന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരു സ്ത്രീ ഇവൻ ചെയ്ത എല്ലാ നിയമവിരുദ്ധ സംഭവങ്ങളെയും ഒരു ലെറ്ററിൽ എഴുതി ഗവർണർ കേൾപ്പിച്ചു. ആ ലെറ്ററിലുണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇത്രയും ചെറിയ സ്ഥലത്തിരുന്നു കൊണ്ട് ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ഇവൻ ചെയ്യുകയും മുഴുവൻ സർക്കാരിനെയും തന്റെ കൈക്കുള്ളിൽ വച്ചിരിക്കുകയും ചെയ്യുന്നുവെന്ന കാര്യം ഗവർണർ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടത് വിശ്വസിക്കാനേ സാധിച്ചില്ല. അതൊരു സാധാരണ കാര്യമായിരുന്നില്ല. ഉടൻ തന്നെ പോലീസ് അധികാരിയായ ജോഫർ അലിയുടെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിച്ചു. ഇവൻ ചെയ്ത എല്ലാ തെറ്റുകളും തെളിവടക്കം പുറത്തു കൊണ്ടുവരാനായി ആജ്ഞാപിച്ചു. അതനുസരിച്ച് പല സ്ഥലങ്ങളിൽ മഫ്തിയിൽ പോലീസുകാർ പോവുകയും ഓട്ടോ ശങ്കറിന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കാൻ തുടങ്ങി. 1988 ജൂൺ മാസം 27 ചുറ്റിവളഞ്ഞ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അവന്റെ കള്ളച്ചാരായം ബിസിനസ്, കുടിലുകളിൽ ഇവൻ ചെയ്തുകൊണ്ടിരുന്ന വ്യഭിചാരം, ഇവന്റെ സ്വത്തുക്കൾ, ഇങ്ങനെ എല്ലാം പോലീസ് പുറത്തു കൊണ്ടുവരുന്നു. കൂടാതെ ഇവന്റെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇവൻ കൊന്നു കുഴിച്ചുമൂടിയ എല്ലാ മൃതശരീരങ്ങളും പുറത്തേക്കെടുത്തു. മൊത്തം 7 ഡെഡ് ബോഡി ലഭിക്കുന്നു. ഇതിനും അപ്പുറം ഇവൻ ചെയ്ത മറ്റ് കൊലപാതകങ്ങൾക്ക് യാതൊരു തെളിവും ലഭിച്ചില്ല. കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് ഇവനെ കോടതിയിൽ ഹാജരാക്കുന്നു. ഇവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ചേർത്ത് ഇവന് വധശിക്ഷ നൽകി. കെട്ടിയ ഈ തെളിവുകൾ മുഴുവനും ഇവൻ എതിരായി മാറുന്നു. അതും പ്രധാനമായി ഓട്ടോ ശങ്കറിന് ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ആ ഡയറിയിൽ ആർക്കെല്ലാമാണോ ഇവൻ സ്ത്രീകളെ അയച്ചു കൊടുത്തത് അതിന്റെ എല്ലാ വിവരങ്ങളും അവൻ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ സമൂഹത്തിൽ വളരെ ഉയർന്ന അധികാരത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരും ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം ഒരു അണ്ടർഗ്രൗണ്ട് റൗഡിയായിരുന്ന ഓട്ടോ ശങ്കറിനെ പുറം ലോകത്തിലെ എല്ലാവരും ടിവിയിലൂടെയും പേപ്പറിലൂടെയും കാണാൻ തുടങ്ങി. ഓട്ടോ ശങ്കർ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ജയിൽ ജീവിതം അവന് വളരെ പുതിയതായിരുന്നു. ഒരു ദിവസം ആ ജയിലിലെ ചീഫ് പോലീസ് ഓഫീസർ അവനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട ഉടൻ തന്നെ ഓട്ടോ ശങ്കറിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ ഭയത്തിൽ തന്നെ അവൻ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൽ അവൻ യൂറിൻ പാസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ വളരെ ആശ്ചര്യം തോന്നുന്നു അല്ലേ? ഇത്രയും തെറ്റുകൾ യാതൊരു ഭയവുമില്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ഇവന് ജയിലിനുള്ളിൽ മാത്രം എന്തുകൊണ്ട് ഭയം വന്നു? അറസ്റ്റ് ചെയ്തതോടുകൂടി ഓട്ടോ ശങ്കറിന്റെ വേട്ടയാടൽ അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ നിയമത്തിൽ കോടിക്കണക്കിന് പഴുതുകളുണ്ടല്ലോ. ഇതിന് ശേഷമായിരുന്നു പ്രിസൺ എസ്കേപ്പ് എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ യഥാർത്ഥ സംഭവത്തിൽ വരാൻ പോകുന്നത്. ഓട്ടോ ശങ്കറിന് എന്ത് സംഭവിച്ചു? അവൻ സത്യത്തിൽ രക്ഷപ്പെട്ടോ? കാണാം ഇതിന്റെ 2ാം ഭാഗത്തിൽ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.